ആരിവിടെ മത്സരിക്കുകയാണെങ്കിലും UDFന്റെ സ്ഥാനാർത്ഥിയെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ ഏർപ്പെടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തിയിട്ടുണ്ട്. മങ്കട നിയോജക മണ്ഡലത്തില് മത്സരിക്കാൻ പോകുന്നത് ആരാണ് എന്ന തരത്തിൽ പല പ്രചാരണങ്ങളും ഉണ്ടായിരുന്നു. ഏതായാലും മത്സരിക്കാൻ എത്തിയിടത്തൊക്കെ ജനഹിതം ഒപ്പം നിർത്തി വിജയിച്ചിട്ടുള്ള മഞ്ഞളാംകുഴി അല്ലി തന്നെ ഇത്തവണ മങ്കടയിൽ മത്സരിക്കുമെന്ന് ഏകദേശം ഉറപ്പാണ്. ഇനി ബഹുമാനായ പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ പ്രഖ്യാപനത്തിന്റെ ദൂരം മാത്രമേ ഉള്ളൂ. ഏതായാലും മഞ്ഞളാംകുഴി അലി നമ്മോടൊപ്പം ഉണ്ട്. ഈ മണ്ഡലത്തില് താങ്കള് വന്നിട്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു എന്ന് മാത്രമല്ല, അവർക്ക് ഒരുപാട് വികസനങ്ങളൊക്കെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എതിർപക്ഷം എവിടെ വികസനം എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ അക്കമിട്ട് നിർത്തി കാണിക്കാനും താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ വികസനങ്ങളൊക്കെ ജനങ്ങൾ അംഗീകരിക്കുകയും അവർ നിങ്ങളെ വീണ്ടും നെഞ്ചിലേറ്റുകയും ചെയ്യുന്ന ഒരു പ്രതീക്ഷ താങ്കൾക്ക് ഉണ്ടാവുമല്ലോ. അല്ല, ഇതുവരെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, എന്റെ പാർട്ടി ആരാണ് ഇവിടെ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ആരിവിടെ മത്സരിക്കുകയാണെങ്കിലും UDFന്റെ സ്ഥാനാർത്ഥിയെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ ഏർപ്പെടും. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. ആരാ മത്സരിക്കാന്ന് ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ല. ആരാണെങ്കിലും ശരി, അത് ഗംഭീര വിജയമായിരിക്കുന്നതാണ് ഞങ്ങളൊക്കെ വിശ്വാസം. പിന്നെ വികസന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 528 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറച്ചു കാലത്തിനിടയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത് കേന്ദ്ര സർക്കാരിന്റെ മെയിൻ വലിയ NH റോഡുകളൊന്നും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഇത് കേന്ദ്ര സർക്കാരിന്റെ സഹായം മറ്റുള്ള ഫണ്ടുകളിലൊക്കെ ഉണ്ട്. NH റോഡുകൾ ഞങ്ങൾ അത് കൂട്ടിയിട്ടുണ്ട്. കാരണം അത് ഒരു മണ്ഡലത്തിലേക്ക് മാത്രമല്ല, ത്രൂ ഔട്ട് കേരളത്തിലേക്ക് തരുന്ന. അതല്ലാതെ മണ്ഡലത്തിലുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും ശരിക്കും അച്ചടിച്ച് ഓരോരോ പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എല്ലാ വീടുകളിലും എത്തിക്കാണ്ട് ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ആർക്കും സംശയം വേണ്ട. 528 കോടി എന്ന് പറഞ്ഞാൽ 528 കോടി തന്നെയാണ്. അതിനേക്കാളും മുകളിലല്ലാതെ ഒരിക്കലും കുറയില്ല. ഇപ്പൊ ഇടതുപക്ഷം ഇപ്പോ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് അവരൊരു UDFലെ റിബലിനെ നിന്ന് കഴിഞ്ഞാൽ റിബൽ നിൽക്കുകയും LDF പിന്തുണയ്ക്കുകയും ചെയ്യുമെന്ന തരത്തിലുള്ള കരക്കമ്പി എന്ന് പറഞ്ഞാൽ കുറച്ച് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഇതൊക്കെ UDFന്റെ വിജയത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അതൊക്കെ അഭ്യൂഹങ്ങൾ മാത്രമാണെന്ന് എന്റെ വിശ്വാസം. അങ്ങനെയൊന്നും സംഭവിക്കാൻ വഴിയില്ല. എനിക്കറിയില്ല. ഇനി അങ്ങനെ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ UDF വളരെ എല്ലാ കാര്യത്തിനും വളരെ കൃത്യമായിട്ട് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സംശയമില്ല. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏകദേശം 37,000 വോട്ടിനാണ് നമ്മൾ ഇവിടെ ജില്ലാ പഞ്ചായത്തിലേക്ക് വിജയിച്ചത്. 35,000-ഓളം നമുക്ക് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ലഭിച്ചിട്ടുണ്ട്. 32,000 ഞങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തിലേക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും മങ്കട മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വളരെ അഭൂതപൂർവമായിട്ടുള്ളൊരു വലിയ വളർച്ച UDFന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പരമാർത്ഥമാണ്. മുൻകാലങ്ങളൊന്നും ഇത്ര ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിജയിച്ചതിന് കഴിഞ്ഞ പ്രാവശ്യം 6,000 ചില്ലാൻ വോട്ടിനാണ്. അപ്പൊ ഇത് പഞ്ചായത്തിലേക്ക് 32, 35, 37 ഒക്കെ ആവുമ്പോഴേ സ്വാഭാവികമായിട്ടും വളരെ വലിയ രീതിയിലുള്ള വളർച്ച നമ്മുടെ UDFന് ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം UDFിൽ എല്ലാ ആൾക്കാരും, പഞ്ചായത്ത് പ്രസിഡന്റുമാരും മെമ്പർമാരും അതുപോലെ തന്നെ പാർട്ടിയും കോൺഗ്രസും മറ്റുള്ള എല്ലാ ആൾക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട് MLAയുടെ ഒക്കെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരു സംശയമില്ല, മങ്കട മണ്ഡലത്തിൽ ഈ പ്രാവശ്യം UDF വമ്പിച്ച വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുന്നതിനാണ് ഞങ്ങളൊക്കെ വിശ്വാസം. ഇപ്പോ ഇവിടെ UDFനെതിരെ അല്ലെങ്കിൽ ഇപ്പൊ നിലവിലെ ജനപ്രതിനിധിക്കെതിരെ സോഷ്യൽ മീഡിയയില് എതിരാളികളുടെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എവിടെയാണ് ഇത്, അല്ലെങ്കിൽ ഇങ്ങനെ കുറെ വിഷയങ്ങൾ പറഞ്ഞിട്ട്. അപ്പൊ ഈ പ്രചാരണങ്ങളൊക്കെ ഒരു നെഗറ്റീവ് ഇതുണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന പ്രചാരണങ്ങളാണെന്നാണ് UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഞങ്ങളോട് പറഞ്ഞത്. എങ്കിൽ പോലും ഇവിടെ മഞ്ഞളാംകുഴി അലി വീണ്ടും മത്സരിക്കാനെത്തുമ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ വിജയിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. അപ്പോൾ ഈ നെഗറ്റീവ് പ്രചാരണങ്ങളൊക്കെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആരാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് അറിയില്ല. പാണക്കാട് പ്രിയങ്കര ഞങ്ങൾ തങ്ങള് അത് ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഞങ്ങളത് അറിയുക. അതല്ലാതെ ഞങ്ങൾക്ക് ആർക്കും ആരാണ് ഇവിടെ മത്സരിക്കുക, ആരൊക്കെ മത്സരിക്കില്ല എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആര് തന്നെ ഇവിടെ മത്സരിക്കുകയാണെങ്കിലും വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. അതല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അപ്രസക്തമാണ്. ഒന്നും അതിനെപ്പറ്റി പറയാൻ തന്നെ പറ്റില്ല. ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിൽ പോലും UDFൽ ആരായാലും മങ്കടയിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന് താങ്കൾ പറയുന്നു. താങ്കൾ മാത്രമല്ല, പൊതുജനങ്ങൾ, അതായത് UDF പ്രവർത്തകരും നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരായാലും
അവർക്ക് ജയിക്കാൻ കഴിയട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് താങ്കൾക്ക് എന്തെങ്കിലും? ഇല്ല, നിങ്ങൾ ചാനൽ 10 അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള ചില ചാനലുകളൊക്കെ അങ്ങനെ പറയുന്നുണ്ടെന്നല്ലാതെ അതൊന്നും ഞങ്ങൾ ആരും സീരിയസ് ആയിട്ട് എടുക്കില്ല. പാണക്കാട് തങ്ങൾ പറയുന്ന സമയത്ത് മാത്രമാണ് ഞങ്ങൾക്കൊരു സ്ഥാനാർത്ഥി ഉണ്ടാവുക. അതുവരെ ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും അവരെ ജയിപ്പിക്കുക എന്നുള്ള ഞങ്ങളുടെ ഉദ്ദേശം. പിന്നെ ജനങ്ങളുടെ കാര്യം പറഞ്ഞു, ജനങ്ങളുമായി ഞാൻ കുറേ വർഷങ്ങളായിട്ട് നല്ല ബന്ധത്തിലാണ്. അവരെന്ത് കാര്യം വന്ന് പറയുകയാണെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും, പറ്റാത്ത കാര്യമാണെങ്കിൽ നോ എന്ന് പറയുകയും ചെയ്യും. വെറുതെ അവരിട്ട് അങ്ങോട്ടും കൊണ്ടും നടത്തില്ല. പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വളരെ ആത്മാർത്ഥമായി നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു വീട്ടിലെ അംഗം പോലെ തന്നെ അവരെല്ലാവരും എന്നെ കണക്കാക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വലിയ വിശ്വാസമുള്ളത്. ഞങ്ങൾ പറയുമ്പോൾ UDF അവരെല്ലാവരും കൃത്യമായിട്ട് വോട്ട് ചെയ്യുന്നുണ്ട്. അത് ഇനിയും തുടർന്ന് പോകുന്നതിന് ഞങ്ങൾ വിശ്വാസം. ഏതായാലും ജനം തീരുമാനിക്കും. ജനം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും മികച്ച നല്ല തീരുമാനമായി മാറുന്നുവെങ്കിൽ ജനത്തിന്റെ തീരുമാനം ശരിയായിട്ട് വരട്ടെ എന്നാണ് എനിക്ക് ചാനൽ 10 പറയാനുള്ളത്. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jamjoom Hypermarket, exceeding expectations.